വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നടന്നത്. ഈ കേസ് എൻ്റെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൊല്ലത്ത് SP ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത്, അത് ഒരു 38 വർഷം മുമ്പ് ശ്രീ KK ജയമോഹൻ ഈ കേസ് ആദ്യം അന്വേഷിച്ച ഓഫീസർ, അന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസറായിട്ട് ഞാൻ കണ്ട ആളാണ്. പക്ഷേ ഞാൻ പിന്നീട് കാണുന്നത്, അദ്ദേഹം അവിടെ നിന്ന് മാറി തിരുവനന്തപുരത്ത് വന്നു. പിന്നീട് ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ് സ്ട്രിക്ചർ പാസ്സാക്കിയിട്ട് ജയമോഹനെതിരെ, അതായത് ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ സഹായിക്കാനായിട്ട് ആ പ്രതിയുടെ അണ്ടർവെയർ എല്ലാം മാറ്റി വെച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ജയമോഹനെ വിളിച്ചു. സാധാരണ ഇത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അത്ര നല്ലൊരു ഓഫീസർ ഒരു വർഷം കൊണ്ട് ഇത്ര മോശമായോ എന്ന് വിചാരിച്ച് ഞാൻ അയാളെ വിളിച്ചപ്പോൾ ജയമോഹൻ പറഞ്ഞു, സാർ ഇത് തെറ്റാണ്, എൻ്റെ കുറ്റമല്ല, ഇത് കോടതിയിൽ എവിടെയോ നടന്നിട്ടുള്ളതാണ്. അങ്ങനെ ജയമോഹൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം കേരള ഹൈക്കോടതിയിലെ വിജിലൻസ് ഇത് അന്വേഷണത്തിന് വന്നു. അതിനിടയ്ക്ക് പിന്നീട് അതിനിടയ്ക്ക് തന്നെ 94 മുമ്പായിട്ട് തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ, ഈ ആസ്ട്രേലിയക്കാരനെ വെറുതെ വിട്ടതിന് ശേഷം അയാൾ ആസ്ട്രേലിയയിൽ പോയി ഒരു മർഡർ കേസിൽ പ്രതിയായി. അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഇന്ത്യയിൽ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇതേപോലെ അണ്ടർവെയറൊക്കെ മാറ്റി എന്നുള്ളൊരു വിവരങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അത് ഇൻ്റർപോൾ വഴി നമുക്ക് ഇവിടെ പോലീസിന് വരികയും ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് വിജിലൻസ് അന്വേഷിച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞു, ഇവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജിയോട് ഇതിനൊരു പരാതി പോലീസിൽ കൊടുക്കാൻ പറഞ്ഞു. അവിടുത്തെ ശിരസ്തധാര പരാതി കൊടുത്തു. 94 കേസ് രജിസ്റ്റർ ചെയ്തു. 94 തൊട്ട് ഞാൻ ഈ കേസിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ഇതിനെപ്പറ്റി പല സിനിമകളും വന്ന് പോലീസ് ഇതുപോലെ സൂത്രപ്പണി ചെയ്ത് പ്രതികളെ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പോലീസിന് നാണക്കേടായ ഒരു കേസ് ആയതുകൊണ്ട് അത് മാറ്റാനായിട്ട്, ഇത്രയും സത്യസന്ധമായിട്ട് അന്വേഷിച്ചൊരു ഓഫീസറുടെ പേര് ശരിയായിട്ട് എടുക്കാനായിട്ട് ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന ഓഫീസർമാരോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ അവരുടെ സീനിയർ ഓഫീസറായിരുന്നെങ്കിലും ഇവിടെ ഞാനില്ലായിരുന്നു. എനിക്ക് ട്രിവാൻഡ്രത്തൊന്നും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ 2005 ഞാൻ IG സബ് സോണായിട്ട് വന്നപ്പോൾ ആദ്യം ചെയ്ത പണി ഇതാണ്. ഈ ഫയൽ വിളിപ്പിച്ച് ഞാൻ വായിച്ചു നോക്കിയപ്പോഴതിൽ എവിഡൻസ് കുറേയധികം ഹൈക്കോടതി വിജിലൻസിൻ്റെ ഇതിൽ തന്നെയുണ്ട്. അതുകൊണ്ട് വക്കം പ്രഭയെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണമായിട്ട് ഏൽപ്പിച്ചു. അദ്ദേഹം ഇതും അതിലുണ്ടായിരുന്നതും ബാക്കിയെല്ലാം പ്രൊസീജിയറായിട്ട് കറക്റ്റായിട്ട് തെളിവാക്കിയെടുത്ത് അത് 2006 കേസ് ചാർജ് ചെയ്തു. അതിനുശേഷം വീണ്ടും കോടതിയിലാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2006 മുതൽ 2014 വരെ വിവിധ കോടതികളിലായിട്ട് ഇത് ഓടി നടന്നു. അപ്പോഴൊക്കെ നമ്മൾ അന്വേഷിക്കും. ഞാൻ ജയമോഹനോട് ചോദിക്കും, കേസ് എവിടെ പോയി. ഞങ്ങളൊരു 200 പ്രാവശ്യമെങ്കിലും ഞാൻ ജയമോഹനോട് ചോദിച്ചിട്ടുണ്ട്, കേസ് എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ അവസാനം നെടുമങ്ങാട് കോടതിയിലാണെന്നൊക്കെ അറിയുന്നത് പിന്നീടാണ്. അങ്ങനെ 14 ശേഷം ആ കേസിന് ജീവൻ വയ്ക്കാതെ കിടന്നു കഴിഞ്ഞപ്പോൾ അതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ജോസ് എന്ന് പറയുന്ന ആൾ ഡിസ്ട്രിക്ട് കോടതിയിൽ ജോലിയിൽ ഇരുന്നുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഒരു അസംഷനാണ്. കേസ് എടുക്കാതിരിക്കപ്പെടാനായിട്ട് അങ്ങനെ വല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് 2023 ശേഷമാണെന്ന് തോന്നുന്നു അനിൽ ഇമ്മാനുവൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുകയും ഈ കേസിൽ അദ്ദേഹം കുറേ റൈറ്റ് ഇൻഫർമേഷനൊക്കെ ശേഖരിച്ച് അദ്ദേഹം വാർത്ത കൊടുക്കാൻ ശ്രമിക്കുകയും ആ വാർത്ത പുറത്തു വരാതിരിക്കുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം ആ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് രാജിവെക്കേണ്ടു. അതിനുശേഷം ഈ കേസ് ടേക്കപ്പ് ചെയ്തു. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി ഒക്കെ പോകേണ്ടി വന്നു. വീണ്ടും ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകനും ചെയ്യാത്തൊരു കാര്യമാണ് അനിൽ ഇമ്മാനുവൽ ചെയ്തത്. സ്വന്തം ജോലിയും കളഞ്ഞു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് പൈസ ചിലവാക്കി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്തിനു വേണ്ടി? പോലീസിൻ്റെ മുഖത്ത് തേച്ച കരി മാറ്റാനായിട്ട്. അങ്ങനെ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് നടന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നടത്തി കോടതിക്ക് കിട്ടിയ തെളിവ് കോടതിയുടെ ഉള്ളിൽ വെച്ച് നശിപ്പിച്ചാൽ ആർക്കും രക്ഷപ്പെടാമെന്ന് വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് ഒട്ടും ശരിയല്ല. നമ്മൾ കോടതിക്ക് പുറത്തൊക്കെ തെളിവ് നശിപ്പിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ കോടതിക്ക് ഉള്ളിൽ തന്നെ ഇത് നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തീരെ തെറ്റായിട്ടൊരു കാര്യമാണ്. എന്തായാലും അനിൽ ഇമ്മാനുവലിന് ഞാൻ ഇതിൻ്റെ ഒരു 60% ക്രെഡിറ്റും കൊടുക്കും. പ്രോസിക്യൂട്ടർക്കും പ്രഭയ്ക്കും 20% ക്രെഡിറ്റ് കൊടുക്കും. സോ വളരെ വിചിത്രമായിട്ടൊരു കേസ്. പോലീസിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ജയമോഹൻ ഉണ്ടായിരുന്ന കരി മാച്ചു കളഞ്ഞിരിക്കുന്നത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പ്രവർത്തനഫലമായിട്ടാണ്.
അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് ഒപ്പിട്ട് കൊടുത്തതൊക്കെ എല്ലാം റെക്കോർഡ്സിലുണ്ടായിരുന്നു. ഇത് വാസ്തവത്തിൽ ഞാനൊക്കെ വരുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് ചാർജ് ചെയ്ത് പോകേണ്ട കേസാണ്. അപ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഞാൻ അവരുടെ പേരിൽ നടപടിയൊക്കെ ആവശ്യപ്പെട്ട് അന്നത്തെ DGPക്ക് ലെറ്റർ കൊടുത്തിരുന്നതാണ്. ഒരു നടപടിയും ഉണ്ടായില്ല. പക്ഷേ ഇതിൽ എന്തുകൊണ്ട് ഈ ആൻ്റണി രാജു എന്ന് പറയുന്ന ആൾക്ക് ഇന്നോ അന്നോ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പ്രഷർ ചെലുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ പേരിൽ ഒരു പ്രഷർ വന്നില്ല. 2005 ഞാൻ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുന്ന സമയത്തൊന്നും എൻ്റെ പേരിൽ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഓഫീസേഴ്സ് ഈ കേസ് പൂർത്തിവെച്ചത്? അതും പൂർത്തിവെച്ചത് ലോക്കൽ ഓഫീസേഴ്സ് അല്ല, IPS ഓഫീസേഴ്സാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസം. ലോക്കൽ ഓഫീസേഴ്സൊന്നും പൂർത്തിവെക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ അവരുടെ മുകളിലുണ്ടായിരുന്ന IPS ഓഫീസേഴ്സാണ് പൂർത്തിവെച്ചത്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ആരും സർവീസിലില്ല. പക്ഷേ അവരുടെ പേരിൽ നടപടി എടുക്കണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അവർക്ക് ഇനി നടപടിയൊന്നും പറ്റില്ലല്ലോ. വളരെ വിചിത്രമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചൊരു കേസാണ്. ഇല്ല, ആരുമില്ല. ഞാൻ 2005 തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ് മിസ്റ്റർ രാമൻ ശ്രീവാസ്തവയ്ക്ക്. ഇന്ന ഓഫീസേഴ്സാണ് ഈ ഫയൽ പിടിച്ചു വെച്ചിരുന്നത്, പൂഴ്ത്തി വെച്ചിരുന്നത്, അവരുടെ പേരിൽ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ്. എനിക്കറിയില്ല. കാരണം ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു പക്ഷേ ഞാനും എത്ര പ്രഷർ വന്നാലും നമ്മളങ്ങനെ വീണ് കൊടുക്കാറില്ല. പക്ഷേ ഇതൊരു പ്രഷർ എടുക്കാൻ പറ്റുന്ന ആളായിരുന്നില്ല. 1994 ആൻ്റണി രാജു MLA പോലും അല്ല. 96 അദ്ദേഹം ആദ്യമായിട്ട് MLA ആകുന്നത്. അപ്പോൾ ഈ 94 കേസ് ISR കേസിന് മുന്നേ രജിസ്റ്റർ ചെയ്തതാണ്. ഇത് 215 മറ്റേ 246. അപ്പോൾ അതിന് മുന്നുണ്ടായൊരു കേസ് എന്തുകൊണ്ട് അന്വേഷിക്കപ്പെട്ടില്ല എന്നുള്ളത് ആലോചിച്ച് പോകുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്ന കേസാണ്. എന്തുകൊണ്ടാണിത് ഒതുങ്ങിയിരുന്നത്? അത് കഴിഞ്ഞ് കോടതിയിൽ പോയിട്ട് ഒതുങ്ങിയിരുന്നു. അനിൽ ഇമ്മാനുവൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ കേസ് ഞാനൊക്കെ കോടതിയിൽ എനിക്ക് പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തതിന് ശേഷം ഒന്ന് ശ്രമിക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ വിചിത്രമായിട്ടൊരു കേസ്. അത് ഒരു മാധ്യമപ്രവർത്തകൻ സ്വന്തം ജോലിയും എല്ലാം ത്യജിച്ച് അതിൻ്റെ പുറകിൽ നിന്ന് തെളിയിക്കാനായിട്ട് പോയൊരു കേസ്. വളരെ വിചിത്രം എന്നല്ലാതെ എന്താ പറയാൻ.